നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ സാധിക്കും. ഇത് ജനറൽ റീഡിംഗ് ആണെന്ന് അറിയാമല്ലോ. നെഗറ്റീവ് എനർജീസിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കാര്യത്തിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു പിക്ചർ ലഭിക്കണം. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സ്നേഹമായിട്ടിരുന്നു, പെട്ടെന്ന് നിങ്ങൾ പോലും അറിയുന്നില്ല, നിങ്ങൾക്ക് പോലും എന്താണെന്ന് അറിയത്തില്ല, അവർ മിണ്ടുന്നില്ല, അവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് നിർത്തി ബ്ലോക്കാക്കിപ്പോയി. അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. തേർഡ് പാർട്ടി ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ? ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുന്നവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ട് സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങളുടെ കരിയറിൽ പെട്ടെന്ന് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ കൃത്യമായിട്ട് റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. പേഴ്സണൽ റീഡിങ്, അതിൻ്റെ പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ പ്രശ്നം അനുഭവിക്കുന്നവരാണ്, എന്താണ് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഭയമുണ്ട്, ഇത് മുമ്പോട്ട് പോവോ എന്നുള്ള ഭയം നിങ്ങളെ അലട്ടുന്ന ഒരു ഡിപ്രഷൻ അനുഭവിക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ആൾക്കാരുടെ ഇടപെടലുകൾ മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം സംഭവിക്കുന്നു. ഇതിനൊക്കെ ബ്രേസ്ലെറ്റാണ് കൊടുക്കുന്നത് പരിഹാരമായിട്ട്. നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് തയ്യാറാക്കി കസ്റ്റമൈസ് ചെയ്ത് തയ്യാറാക്കി തരുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ അടുത്ത് നിങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. പണ്ടത്തെ സ്നേഹമില്ല, പണ്ടത്തെ കെയറിങ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റാണ് അതിന് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം വേറൊരാൾ കാരണമാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായത്, ആ ആൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തി പ്രശ്നം ഉണ്ടാക്കുന്ന ആളാരാണോ അവർ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ സ്വമേധയാ പോകാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അത് തേർഡ് പാർട്ടി റിമൂവറാണ്. കരിയർ ആവട്ടെ, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി, മണി ബ്ലോക്കേജ്, ഇതിനെല്ലാം കസ്റ്റമൈസ് ചെയ്ത് ബ്രേസ്ലെറ്റ് തയ്യാറാക്കി തരും. ബ്രേസ്ലെറ്റിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാൻ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഒരു സിമ്പിൾ റിച്വൽ പറയുന്നുണ്ട് വീഡിയോയുടെ അവസാനം വരെ കേൾക്കുക. വന്നിരിക്കുന്ന കാർഡ്സ് നോക്കാം. ഓം നമഃ ശിവായ, 5 of Wands, 9 of Cups, Queen of Wands, 6 of Cups, 10 of Swords, the Emperor, 2 of Swords, 6 of Swords, 5 of Swords. ഇവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒറ്റയ്ക്കിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒറ്റയ്ക്ക് മദ്യപിക്കുന്നതായിട്ടുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അവരിപ്പം ഒറ്റയ്ക്കുള്ള കുറേ നിമിഷങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊന്ന് റിലാക്സ്ഡ് ആവണം, അവർക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കണം. അവരുടെ മൈൻഡാകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവരുടെ മുമ്പിൽ അവർ ഭയങ്കര സ്റ്റേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ഭയങ്കര ആറ്റിറ്റ്യൂഡ് കാണിച്ചിരിക്കുന്ന ധൈര്യശാലി, ആർക്കും തകർക്കാനോ തളർത്താനോ പറ്റുന്നില്ല, കരയാത്ത വ്യക്തി, വിഷമമില്ലാത്ത വ്യക്തി, മനസ്സിന് ഭയങ്കര കട്ടി ഉള്ള വ്യക്തി, ഭയങ്കര ക്രൂരൻ അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ളൊരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മുമ്പിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ വ്യക്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. ഇവർക്ക് ഇവരുടെ ആ ഒരു അതായത് ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസൊക്കെ പുറത്ത് കൊണ്ടുവരണം. ആ ഒരു ഇമോഷൻസൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തൊന്ന് റിലാക്സ്ഡ് ആവണമെങ്കിൽ അവർക്ക് ഒറ്റയ്ക്കാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഒറ്റയ്ക്കിരുന്ന് എവിടെയോ പോയി ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നു, മദ്യപിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി മദ്യപിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മദ്യപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടും ഒന്ന് മൈൻഡ് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടും എന്താണ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ആക്കണം, എല്ലാം അങ്ങനെയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു വസ്തുക്കൾ യൂസ് ചെയ്യുന്നതായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ കടന്നു വരുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ എന്ന വ്യക്തി,
2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മോശപ്പെട്ട സാഹചര്യങ്ങൾ, ഒരുപാട് ഫൈറ്റിങ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നല്ല നല്ല മെമ്മറീസ്. നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ആലോചിക്കുകയാണെങ്കിൽ, അതായത് ഈ 3 കാര്യത്തിലും നല്ല മെമ്മറീസ് വരുന്നുണ്ട്, ഫൈറ്റിംഗ് വരുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് 3-നകത്തും നിങ്ങളെന്ന വ്യക്തി കോമൺ ആയിട്ടുള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ആലോചിക്കുന്നത്. അതായത് നിങ്ങൾ ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. നിങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഭയങ്കര റെസ്പെക്റ്റായിട്ടാണ് നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുന്നത്. അതായത് ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഒരുപാട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും അവർ നോക്കിയിട്ടുണ്ട്. അവർക്ക് ജോലി ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലിയുടെ കാര്യം നോക്കി, നിങ്ങൾ വീട്ടിലെ കാര്യം നോക്കി, കുട്ടികളുടെ കാര്യം നോക്കി, എല്ലാം കൂടെ ഒന്നിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ കരുത്തുള്ള ഒരാളായിട്ടാണ് നിങ്ങളെ അവർ നോക്കിക്കാണുന്നത്. ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. നിങ്ങൾ അവർക്കൊരു കുറവും വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഒരുപാട് ജോലി ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്താനിരുന്നിട്ടില്ല. അതായത് ഇവർക്ക് വേണ്ടി, അതായത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾ സമയം കൊടുക്കാതിരുന്നിട്ടില്ല. അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ നിങ്ങൾക്ക് അവരുടെ കാര്യം വളരെ പ്രധാനമായിരുന്നു. നിങ്ങളെന്ന വ്യക്തി വളരെ എന്താ പറയണ്ട, നിങ്ങളെന്ന വ്യക്തി ഒരുപാട് കെയറിങ്ങൊക്കെ കൊടുത്തിരുന്ന ഒരാളായിരുന്നു. ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തൊരു പേഴ്സണായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ജീവിക്കുകയായിരുന്നു എന്ന സത്യം നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിനൊക്കെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ആലോചിക്കുകയാണ്. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളെപ്പോലുള്ള ഒരാളെ അവർ കണ്ടിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ചെയ്യുക, അവർ എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അതുപോലുള്ള കെയറിങ് കൊടുക്കുക. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പം ആദ്യമൊക്കെ ഒരുപാട് എന്താ പറയണ്ട, ഭയങ്കര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കും. പിന്നെ ആ സ്നേഹപ്രകടനം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നതിലൂടെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെയും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞപ്പം ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹപ്രകടനം ഉണ്ടല്ലോ, അത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലായി. അത് മാത്രമാണ് ഈ ഇടയിൽ സംഭവിച്ചത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞു. അതായത് നിങ്ങൾക്ക് പണ്ട് എങ്ങനെയായിരുന്നോ സ്നേഹം ഉണ്ടായിരുന്നത്, അതേ സ്നേഹം ഒരിക്കലും കുറഞ്ഞിട്ടില്ല, കൂടുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ശരിക്കും അവരോടുള്ള സ്നേഹവും ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ട്. അവർ നിങ്ങൾക്കൊരുപാട് മാറ്റം വന്ന് നിങ്ങൾക്ക് ആണ് പ്രശ്നം, ഒരുപാട് തവണ നിങ്ങൾ കുറ്റമേറ്റ് വാങ്ങിയതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്വഭാവം പഴയ രീതിയിലല്ല. നിരന്തരം വഴക്കുണ്ടാവുമ്പോഴും എല്ലാം നിങ്ങളെ ശരിക്കും നിങ്ങളുടെ വ്യക്തി കുറ്റം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ തലയിൽ വെച്ചിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തിക്കാണ് എന്തൊക്കെയോ സ്വഭാവ മാറ്റം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ കെയർ ചെയ്തത് സ്നേഹം കൊണ്ട് മാത്രമല്ല. അവർ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉപദേശിക്കും, നിങ്ങൾ ശാസിക്കും, ഇതെല്ലാം ഉണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പുറത്തു പോയി ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്തത്, നല്ല നല്ല യാത്ര പോയിട്ടുള്ളത്, അതുമാത്രമല്ല ഇപ്പം നിങ്ങൾ ഫാമിലി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള നിമിഷങ്ങൾ, ഒന്നിച്ചിരുന്ന് ആ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള കുറേ മൂമെൻറ്റ്സ്, നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളുടെ വ്യക്തി ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങളുടെ വ്യക്തി എവിടെയോ പോയി ഒറ്റയ്ക്കിരിക്കുക, അവർക്ക് റിലാക്സ്ഡ് ആവണം. റിലാക്സ് ആവുന്ന സമയത്ത് അവരുടെ മനസ്സിൽ കയറി വരുന്ന ഓരോരോ കാര്യങ്ങളാണിത് കേട്ടോ. നിങ്ങളുമായിട്ടുണ്ടായ നല്ല നല്ല മൂമെൻറ്റ്സ്, നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം പറയുകയാണെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ തന്നെയും, ഹെൽപ്പ് ചോദിക്കേണ്ടി വന്നിട്ടില്ല നിങ്ങളുടെ വ്യക്തിക്ക് ആക്ച്വലി. അത് എന്തെങ്കിലും ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുന്നത്, നിങ്ങൾ തമ്മിലുണ്ടായ ഫൈറ്റ്, അതിൻ്റെ ഇടയിൽ നടന്ന സംസാരം, ഇതൊക്കെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ ഇവിടെ ശരിക്കും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊന്നും തുറന്ന് സംസാരിച്ചിട്ടില്ല. നിങ്ങളാവട്ടെ നിങ്ങളുടെ വ്യക്തിയാവട്ടെ, അവർ മനസ്സിൽ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തത് വെച്ച് എന്തൊക്കെയോ ചിന്തിച്ച് ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട്.
നിങ്ങളും അതുപോലെ തന്നെ, അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പരസ്പരം നിങ്ങൾ എന്താണ് വിചാരിച്ചത്? നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും വിചാരിച്ചിരിക്കുന്നത്, നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യമാണ് സത്യം, അതാണ്. പക്ഷെ നിങ്ങൾ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സമാധാനമായിട്ടിരുന്ന് ചർച്ച ചെയ്യാനോ അതൊന്ന് സോൾവ് ആക്കാനോ നിങ്ങൾ ശ്രമിച്ചിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വിശ്വസിച്ചിരുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണെന്നോ വിശ്വസിച്ചിരുന്നത് അതിനെക്കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക, വഴക്കുണ്ടാക്കുക, അത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ശരിക്കും സത്യം അറിയാതെ കണ്ണ് മൂടപ്പെട്ട ഒരു പാവയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ കഥകളുണ്ടാക്കി നിങ്ങളുടെ കണ്ണ് മൂടപ്പെട്ടു എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥയുണ്ടല്ലോ, അവർ പുറമെ ഭയങ്കര ധൈര്യശാലിയാണ്, അവർ ഓക്കെയാണ്, സന്തോഷമാണ്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ വ്യക്തി ശരിക്കും മാനസികമായിട്ട് തകർന്ന ഒരവസ്ഥയിലാണ് കേട്ടോ പോകുന്നത്. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിരസ് തൊട്ട് പാദം വരെ അവർക്ക് പെയിനുണ്ട്, അവർക്ക് ശാരീരികമായിട്ട് എന്തൊക്കെയോ വേദന അവർക്ക് അനുഭവപ്പെടുന്നതായിട്ട് തന്നെ അവർക്ക് തോന്നുന്നുണ്ട്. തല പൊട്ടുന്ന വേദനയായിട്ടാണ് ഓരോ ദിവസവും രാത്രി അവർ വന്ന് കിടക്കുന്നത്. രാവിലെ അവർ എങ്ങനെയൊക്കെയോ എഴുന്നേക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണ്ടേ, എന്തൊക്കെയൊക്കെ കാര്യങ്ങൾ കാണിക്കണ്ടേ, ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പുറമെ ആൾക്കാർക്ക് ഒരിക്കലും ഈ വ്യക്തിയുടെ ഉള്ളിൽ ഈ വ്യക്തി തീ തിന്നുന്നതായിട്ടോ ടെൻഷൻ അടിക്കുന്നതായിട്ടോ വിഷമമുള്ളതായിട്ടോ ഒന്നും അറിയരുത്. അതിനുവേണ്ടി നിങ്ങളുടെ വ്യക്തി പെടാപ്പാട് പെടുന്നതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തി നേരത്തെ എങ്ങനെയായിരുന്നു, അതായത് നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ അവരുടെ സിറ്റുവേഷൻ, അവർ ഭയങ്കര ബോൾഡായിരുന്നല്ലോ. അതായത് നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവരൊരു ഡിസിഷൻ എടുത്തു, അവരങ്ങനെ ചെയ്യും, അവരങ്ങനെയാണ്, അവരുടെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങളുടെ അടുത്ത് പോലും ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകും, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക. അതേ സ്വഭാവമായിട്ടാണ് പുറത്തും കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒന്ന് താന്നിട്ടുണ്ട്, അതായത് അവർ സറണ്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ആ ഒരു സ്വഭാവം അനുവദിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുണ്ടായ ആ ഒരു പ്രശ്നം എന്താണെന്നൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നോ. ഉള്ളിൽ എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങ് ഇമോഷണലി അങ്ങ് വീക്കാവുന്നു. ഈ ഒരു പ്രശ്നം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്താവട്ടെ, നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആവട്ടെ, അവരുടെ അടുത്ത് നിങ്ങൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളങ്ങ് ഇമോഷണലി വീക്കായിട്ട് ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്താണ് ഈ കാര്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങ് ഭയങ്കരമായിട്ട് ഉള്ള കാര്യം പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ആ സിറ്റുവേഷനെ നിങ്ങൾ വളരെ മോശപ്പെട്ടൊരവസ്ഥയിൽ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് അതൊരു ഫൈറ്റിംഗ് സ്റ്റേജിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഭയങ്കര വാശിക്ക് ഒരു കുറവുമില്ല. അവർ വാശി പിടിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് ആ വാശി ഉള്ളതുകൊണ്ടാണല്ലോ ആൾക്കാരുടെ മുമ്പിൽ അവർ എത്രത്തോളം തകർന്നു എന്ന് അവർ കാണിക്കാത്തത്. ശരിക്കും എല്ലാവരുടെയും മുമ്പിൽ അവർ ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും അവരെ ഇപ്പം മനസ്സിലാക്കാൻ അവരിപ്പോൾ പിടി കൊടുക്കുന്നില്ല. അവരിപ്പം തുറന്ന് ആരെടുത്ത് സംസാരിക്കുന്നില്ല. അവരിപ്പോൾ ഒറ്റയ്ക്കുള്ള കമ്പനിയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ വ്യക്തിക്കുള്ളതായിട്ട് ഇവിടെ പറഞ്ഞല്ലോ. ഇവിടെ അവർക്ക് വാശിയുള്ളത് കൊണ്ട് തന്നെ ക്ഷമ ചോദിക്കണം. പക്ഷേ അത് നിങ്ങളായിട്ട് തന്നെ അങ്ങോട്ട് ചെന്ന് ഒരു കോൺവെർസേഷൻ, ഒരു വഴി ഒരുക്കുകയാണെങ്കിൽ ക്ഷമ ചോദിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഒരു മെസ്സേജിന് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു സംസാരത്തിന് വേണ്ടിയിട്ട്, രമ്യമായിട്ടുള്ളൊരു സംസാരത്തിന് വേണ്ടി നിങ്ങളുടെ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫാമിലിയാണ്, നിങ്ങൾക്ക് മക്കളുണ്ട് എന്നൊക്കെ ആണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാറി താമസിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു യാത്ര പോകണം. ഇപ്പോൾ നിങ്ങൾ ഫാമിലിയാണ്, ഒന്നിച്ച് താമസിക്കുകയാണ്, നിങ്ങൾ ഒരു സ്പ്ലിറ്റായിട്ടൊക്കെ നിൽക്കുകയാണ്. അതെന്താ പറയുക, ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല നിങ്ങളുടെ ഇടയിൽ. നിങ്ങളൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു യാത്രയൊക്കെ കാണുന്നുണ്ട് കേട്ടോ, ഒന്നിച്ചുള്ള ഒരു ദൂരയാത്ര.
നിങ്ങൾ ഈ ഒരു സംസാരിച്ച് കഴിയുമ്പോൾ, അതായത് നിങ്ങളുടെ ഇടയിലുണ്ടായ പ്രശ്നമൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് കഴിയുമ്പോൾ, നിങ്ങളൊരു ദൂരയാത്ര, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു റിക്കവറി, നിങ്ങളൊന്ന് ഇപ്പം നിൽക്കുന്ന സ്ഥലത്തു നിന്നൊന്ന് മാറി നിൽക്കുന്ന അവസ്ഥ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇൻലോസിൻ്റെ കൂടെയൊക്കെയാണ് നിൽക്കുന്നത്, അവരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി നിൽക്കുകയാണ്, അവരാണ് പ്രശ്നക്കാർ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയൊക്കെ മാറി താമസിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ കല്യാണം, ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാനിരുന്ന വ്യക്തികളാണ്, നിങ്ങളുടെ റിലേറ്റീവ്സ് കാരണമാണ് കല്യാണം നടക്കാത്തത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണം നടക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അവരുടെ സമ്മതം, ഇപ്പം നിങ്ങൾ അവരുടെ സമ്മതത്തിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അവരിപ്പോൾ സമ്മതിക്കാത്തൊരു സ്റ്റേജ് എത്തുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻ എടുക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടിൽ സമ്മതിക്കുന്നില്ല നിങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നില്ല. നിങ്ങളുടെ വ്യക്തി വീട്ടുകാർ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ് പിന്മാറി നിൽക്കുകയാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും നിങ്ങളുമായിട്ടുള്ളൊരു മാരേജ്, നിങ്ങളുമായിട്ടുള്ളൊരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ നിങ്ങളുടെ വ്യക്തി തയ്യാറാവും എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് ടൈം കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിന് തരാനുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ ഒരു ഇത് നേരെയാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വഴക്കുണ്ടാവുന്ന സ്റ്റേജ് ഒഴിവാക്കുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ പറയാം, നിങ്ങളല്ല വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയാണ് വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാലോ, വഴക്ക് തുടങ്ങാൻ പോകുമ്പോൾ ആ ഒരു മൊമെൻറ്റ്, ആ ഒരു വഴക്കിനെ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ഒഴിവാക്കുക. ഇവിടെ നിങ്ങൾ ഇച്ചിരി മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിനൊരു റെസ്റ്റ് വേണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അല്ലാത്ത പക്ഷം സംസാരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം വഷളാവാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ റീഡിങ്. ഇനി നിങ്ങൾക്ക് ഞാൻ ആ റിച്വൽ പറഞ്ഞുതരാം. ആ റിച്വലിന് വേണ്ടിയിട്ട് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് കളറിലെ പെന്നാണ് കേട്ടോ. ആ പെന്നെടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ വാച്ച് കെട്ടുന്ന സ്ഥലത്തില്ലേ, ആ വാച്ച് കെട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു നമ്പർ, ഒരു സ്വിച്ച് വേർഡാണ് എഴുതേണ്ടത്. ആ സ്വിച്ച് വേർഡ് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ സ്വിച്ച് വേർഡ് ഇങ്ങനെയാണ്: 918197185. 918197185. ഇത് ആ വാച്ച് കെട്ടുന്ന സ്ഥലത്ത് എഴുതുക. പിന്നെ പില്ലോയുടെ അടിയിൽ ഒരു പേപ്പറിനകത്ത് റെഡിങ് കൊണ്ട് എഴുതി വയ്ക്കുക. ഈ സ്വിച്ച് വേർഡ് എഴുതിയതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേരും എഴുതുക. ഇത് ലവ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ച് വേർഡാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എവിടെയെങ്കിലുമൊക്കെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ ഒരു നമ്പർ ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ലവ് വിഷ്വലൈസ് ചെയ്യുക. സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ആ ഒരു സ്നേഹം വിഷ്വലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു റിച്വലാണ്, എല്ലാവരും ചെയ്യുക. ലവ് അട്രാക്ഷൻ, തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, കരിയർ ബ്രേസ്ലെറ്റ്, ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റ് ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ്സായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.